സത്യം പറഞ്ഞാൽ ഏത് നാറിയാണ് ഈ പോസ്റ്റ് ഇട്ടതെന്ന് അറിയില്ല. അവൻ്റെയൊക്കെ കുടുംബത്തിൽ ഇതുപോലൊരു അവസ്ഥ വരുമ്പോഴാണ് മനസ്സിലാവുന്നത്. ഇവൻ്റെ ഫോട്ടോ കിട്ടിക്കഴിഞ്ഞാൽ എനിക്കും എഡിറ്റ് ചെയ്തിടാം അല്ലേ? ഒരു ഫോട്ടോ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കും എഡിറ്റ് ചെയ്തിടാം. ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ കുഴപ്പമില്ലാണ്ട് നാട്ടുകാരനൊന്നുമല്ല, പുള്ളി കണ്ണൂരെന്നാണ് ഐ ഡി കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഒരു നാട്ടുകാരൻ എനിക്കില്ല, ഫേക്ക് ഐഡിയ. അങ്ങനെ ഒരു നാട്ടുകാരനുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് നേരിട്ട് വന്ന് ചോദിക്കും, അല്ലെ നേരിട്ട് പറയും അല്ലേ? പക്ഷേ ഇത് ഏതൊരു നാറി ക്രിയേറ്റ് ചെയ്ത് ധൈര്യം എന്ന് പറയും. ഇത്ര എഴുതിയില്ലെങ്കിൽ ധൈര്യം ഉണ്ടാവില്ലേ? ഫേക്ക് അക്കൗണ്ട് തന്നെയാണത്. അത് ഏതൊരു ഗ്രൂപ്പിൻ്റെ ബേസിൽ വരുന്നതാണെന്ന് നമുക്കറിയാം. അതായത് ബേസ്, അതായത് അതിൻ്റെ രീതിയിൽ, അതായത് നമ്മളെ തരം താത്തുക, ആ രീതിയിൽ വരുന്നതാണ്. ഏതൊരു ഗ്രൂപ്പിൻ്റെ ബേസിൽ വരുന്നൊരു സംഭവം തന്നെയാണ്. പക്ഷേ ഇതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കുട്ടിക്ക് ചികിത്സയുടെ ഒരു കാര്യത്തിന് വേണ്ടി ഒരു പോസ്റ്റ് ഇട്ടാൽ ആരും ഷെയർ ചെയ്യില്ല. അല്ലെങ്കിൽ ഒരു കലോത്സവത്തിന് ഒരു കൊച്ചിൻ്റെ പടം വന്നാൽ ഷെയർ ചെയ്യില്ല. ഒരു നല്ല കാര്യം വന്നാൽ ഷെയർ ചെയ്യില്ല. ഇത് നെഗറ്റീവ് സാധനമാണോ? എല്ലാവരും ഷെയറിങ് ആണ്. ഞാൻ ചിന്തിച്ചൊരു കാര്യം തന്നെയാണ്. സത്യാവസ്ഥ ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ സിനിമയെ സ്നേഹിക്കുന്നതുകൊണ്ടും നമ്മളിപ്പോൾ കുറച്ച് അറിയപ്പെടാനും ആഗ്രഹമുള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് ഇങ്ങനെ നടക്കുന്നു, ഇതിന് പുറത്ത് തന്നെ നടക്കുന്നു. നമ്മൾ ഒരു കഷ്ടപ്പാടിലൂടെ നടക്കുന്നു. വരുമാന മാർഗ്ഗം എന്ന് പറയുന്നത് എനിക്ക് നോട്ടീസിൻ്റെ ഡിസ്ട്രിബ്യൂട്ടാണ്. ഞാൻ ആരോടും പറയാറൊന്നുമില്ല. അത് ഒരു നോട്ടീസിന് 2 രൂപ വെച്ച് കിട്ടും. അത് വിതരണം ചെയ്യുന്നൊരു പരിപാടിയാണ്. 1 കോടി എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ വന്നപ്പോൾ വീഡിയോയിൽ കണ്ടു കഴിഞ്ഞാൽ എന്ന് മനസ്സിലാവും. ഈ നോട്ടീസ് ഇങ്ങനെ ആളുകൾക്ക് കൊടുക്കുന്നൊരു പരിപാടിയുണ്ട്. അത് കൂടുതലും ഈ സ്റ്റുഡൻസിന് കൊടുക്കാനായിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും അതുപോലെ സ്കൂളുകളിൽ നിന്ന് കിട്ടുന്നത്. അത് രാവിലെ നമ്മൾ 7 മണിക്ക് കുട്ടികൾ പോകുന്ന ടൈമിൽ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ ഒരു 10 മണി 9 മണിയാകുമ്പോൾ തീരും. നമുക്ക് ഇപ്പോൾ 1000 നോട്ടീസിന് 2000 രൂപ വാങ്ങിക്കൊണ്ട് പോരാം. അങ്ങനെയാണ് പോകുന്നത്. പിന്നെ കുഞ്ഞു കുഞ്ഞു ബ്ലോഗുകൾ ചെയ്തു പോരുന്നുണ്ട്. നമ്മുടെ സുഹൃത്തുക്കളുടെ ഷോപ്പുകളുടെ ബ്ലോഗ് ഞാൻ നമ്മുടെ മാഹിൻ മൂവാറ്റുപുഴയും കൂടെ ചേർന്ന് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പോസ്റ്റ് ഫസ്റ്റ് വന്നപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, സുമേഷ് കുട്ടിലക്ക്. അദ്ദേഹമാണ് ഇത് ഇട്ട് തന്നിട്ട് നല്ല തെറി എന്നെ വിളിച്ചു. ഈ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ അവർ, നീ എന്ത് പറയടാ കാണിക്കണത്, വന്ന് ഈ അവസ്ഥയായിരുന്നു. സുമേഷ് കുട്ടിലക്ക് എൻ്റെ അടുത്ത് ചോദിച്ചു, പറയാം എന്നാളിയാ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു. ഇതെല്ലാം ഇതിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. മാഷ് കണ്ടില്ലേ പോസ്റ്റ് കണ്ടില്ലേ? ഇത് ചെയ്ത് ഏത് നാറിയാണെങ്കിലും, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ എന്നെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ, ഞാൻ വെല്ലുവിളിക്കുക, എന്നെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ സത്യമായിട്ട് കാരണം അടിച്ച് ഞാൻ പൊളിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണിച്ച തെണ്ടിത്തരം ഞാൻ വെല്ലുവിളിക്കുക. കാരണം ഞാനാണ് ആ പോസ്റ്റ് ഡിസൈൻ ചെയ്തതെന്ന് പറഞ്ഞ് എൻ്റെ മുമ്പിൽ വന്ന അവനെ കാരണം ഞാൻ അടിച്ച് പൊളിക്കും. ഇത് വരാൻ ധൈര്യമില്ല. അവൻ പെണ്ണാണ്. കാരണം വെച്ചാൽ ആണ് എന്ന് പറയണത് നേരിട്ട് വന്ന് പറയാനുള്ളതാണ് ആണെന്ന് പറയുന്നത്. അല്ലാണ്ട് ഈ ഫേസ്ബുക്കിലൂടെ തേറി വിളിക്കുക, ഫേസ്ബുക്കിലൂടെ കുണച്ച് പോസ്റ്റ് ഇടുക, അതൊന്നുമല്ല ആണത്ത്. മനസ്സിലായില്ലേ? ഇത് ഇട്ടോന്ന് വെച്ചാൽ എനിക്ക് ഇതൊന്നുമില്ല. കാരണം കുറച്ച് പേര് കണ്ടപ്പോൾ എന്നോട് ചോദിച്ചപ്പോൾ ഒരു വിഷമം എനിക്കുണ്ട്. ഞാൻ മാന്യമായിട്ട് നമ്മൾ കുടുംബമായിട്ട് എൻ്റെ കുട്ടികളും കുടുംബമൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. അവർക്ക് എന്നോട് സ്നേഹമുണ്ട്, സന്തോഷത്തോടെ തന്നെ പോണേ. ഇപ്പോൾ ഞാൻ എന്തെങ്കിലും ആവുമെന്നും ഇനിയിപ്പോൾ നാളെ ഒരു സിനിമയിൽ അഭിനയിക്കുന്നവർ അവരുടെ സപ്പോർട്ടോടു കൂടിയാണ് ആ ലെവലിൽ എത്താൻ വേണ്ടി. അപ്പോൾ നമുക്ക് അസൂയാണിത്, അസൂയും കുശുമ്പുമാണ്. പിന്നെ പലരുടെയും, ഇപ്പോൾ നമ്മുടെ സുഹൃത്ത് പെരേരയുടെ വീഡിയോ, ആറാട്ടറിൻ്റെ വീഡിയോ വരെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പെരേരയും ഞാനും ആണും പെണ്ണുമായിട്ട് നിൽക്കുന്ന വീഡിയോ, ഒരു പോസ്റ്റ് ഷെയർ ചെയ്യുന്നുണ്ട്. അവനൊക്കെ കല്യാണം ആയേക്കണെയാണ് പെരേരയ്ക്ക്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ബ്രൈറ്റിൻ്റെ വരെ ഒരു പോസ്റ്റ് പണ്ട് ഇറങ്ങിയായിരുന്നു. പക്ഷേ ബ്രൈറ്റൊന്ന് ഒരു തവണ പക്ഷേ ഇപ്പോഴല്ല. എന്നറിയോ, അന്ന് ഞാനും ആറാട്ടനും ബ്രൈറ്റും പെരേരും നിൽക്കുന്ന ഒരു പോസ്റ്റായിരുന്നു. പിന്നെ പണ്ട് അല്ലേ? പക്ഷേ ബ്രൈറ്റ് എന്ന് പറഞ്ഞ സെലിബ്രിറ്റി ബ്രൈറ്റ് അല്ലേ? അതല്ല ഞാൻ പറഞ്ഞത്. ബ്രൈറ്റ് ഞാൻ അങ്ങനെ കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല. എല്ലാവരെയും ഇപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മ ഈ ഇട്ട വ്യക്തികളുടെ ഒരു ഫോട്ടോ എടുത്ത് വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും തെറി പറഞ്ഞ് ഷെയർ ചെയ്യാം. ഫേക്കാണ്. ഇപ്പോൾ ഈ ബ്രൈറ്റിനാണെങ്കിലും എനിക്കാണെങ്കിലും ആ ഫോട്ടോ എടുത്ത് എഡിറ്റ് ചെയ്യുക. പക്ഷെ നമ്മൾ ചെയ്യില്ല, നാറി പരിപാടി ചെയ്യില്ല. അപ്പോൾ എഡിറ്റ് ചെയ്ത് ഏത് നാറിയാണെങ്കിലും കാണിച്ച പോക്കൃത്തരാണ്, അവൻ്റെ റീച്ചിന് വേണ്ടി കാണിക്കുന്ന പോക്കൃത്തരാണത്. മനസ്സിലായില്ലേ? അല്ലാണ്ട് എൻ്റെ നാട്ടുകാരനൊന്നുമല്ല. എൻ്റെ സന്തോഷമായിട്ട് തന്നെയാണ്. എൻ്റെ നാട്ടിലൊരു പ്രശ്നമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ബന്ധുക്കാരും ഒന്നും ചോദിക്കില്ലേ, ആ പെണ്ണിൻ്റെ ആങ്ങളമാരും ഒന്നും ചോദിക്കില്ലേ. അപ്പോൾ എൻ്റെ മക്കളും കുടുംബമായിട്ട് നല്ല സന്തോഷത്തോടെ തന്നെ ഞാൻ പോകുന്നത്. കാരണം എൻ്റെ ഇഷ്ടത്തിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഇതാണ്. മനസ്സിലായില്ലേ? ഇത് എന്നെ കരി വാരി തേക്കുക, അല്ലാണ്ട് തന്നെ കരിയുണ്ട്, ഇനിയും കരി വാരി തേക്കുക, അതാണ് ലക്ഷ്യം. അപ്പോൾ ഞാനിപ്പോൾ കോമഡി ആയിട്ട് പറഞ്ഞതല്ല, സത്യം പറഞ്ഞാൽ സങ്കടമുണ്ട്. ഇങ്ങനത്തെ പരിപാടികൾ പറയുന്നതിൽ ഒരുപാട് സങ്കടമുണ്ട്. സത്യം കരഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ്. എന്നാലും ഇങ്ങനത്തെ പോസ്റ്റുകൾ ദയവ് ചെയ്ത് നിങ്ങൾ ഇട്ട് ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ട കലാകാരന്മാരെ ക്രൂശിക്കാണ്ടിരിക്കുക. എനിക്കിതേ പറയാനുള്ളൂ. സങ്കടം വരുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതോട്ട് കാര്യങ്ങൾ കാണുമ്പോൾ ശരിക്കും സങ്കടം വരുന്നുണ്ട്. കരയണമെന്നുണ്ടെങ്കിൽ കരയുന്നില്ല. കാരണം ഇങ്ങനെയൊക്കെ ഇട്ട്
ഏത് നാറിയാണെങ്കിലും അവനെ കിട്ടിക്കഴിഞ്ഞാണ്ടല്ലോ എനിക്ക് അത്ര വിഷമമുള്ളതുകൊണ്ട് പറഞ്ഞേ.